ഹലോ, ദ സ്പൈസി ടേലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗോബി കൊണ്ടാട്ടമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് കോളിഫ്ലവർ വേണം. കോളിഫ്ലവർ ഒരു മീഡിയം കഷ്ണമായിട്ട് സ്ലൈസ് ചെയ്ത് മാറ്റി വയ്ക്കുക. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയാണ് വേണ്ടത്. ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കി വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും 2 ചെറിയ സൈസ് സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് നുറുക്കാം. ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതും ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു മാറ്റി വയ്ക്കുകയാണ്. ഒരു വലിയ തക്കാളിയുടെ പകുതി എടുത്തിട്ടുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു മാറ്റി വെച്ചു. ബാറ്റർ തയ്യാറാക്കാനായിട്ട് 2 ടേബിൾ സ്പൂൺ മൈദ, കുറച്ച് ഗരം മസാല, കുറച്ച് ചിക്കൻ മസാല, എരിവിന് ആവശ്യത്തിന് വേണ്ട മുളക് പൊടി, കുറച്ച് വലിയ ജീരകം, 1 ടീസ്പൂൺ സുർക്ക അല്ലെങ്കിൽ വിനാഗിരി ആഡ് ചെയ്യുന്നുണ്ട്, ആവശ്യത്തിന് വേണ്ട വെള്ളം, പിന്നെ ഉപ്പും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യുന്നുണ്ട്. 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് ക്രിസ്പി ആവാനായിട്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമ്മൾ കഴുകി മാറ്റി വെച്ച കോളിഫ്ലവർ അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് വരാൻ പാകത്തിന് മിക്സ് ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഞാനിത് പൊരിച്ചെടുക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഷാലോ ഫ്രൈ ചെയ്യാനായിട്ട് വേണ്ട സൺഫ്ലവർ ഓയിൽ ആദ്യം ഒരു പാനിൽ ഒഴിച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മൾ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കോളിഫ്ലവററ്റ്സ് അതിലിട്ട് കൊടുക്കാം. രണ്ട് സൈഡും തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്യാം. ഒരുവിധം ഫ്രൈ ആയി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ വാരാനായിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം സെയിം ഓയിലിലേക്ക് തന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം. അതൊന്ന് സോർട്ടേ ചെയ്ത് മൂപ്പിച്ചെടുക്കാം. അതിനുശേഷം ആവശ്യത്തിനുള്ള കരിവേപ്പില ആഡ് ചെയ്യാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ജീരകം കൂടി ആഡ് ചെയ്തിട്ട് ഒന്ന് സ്പ്ലട്ടർ ചെയ്യുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് വേണ്ട സവാള, 2 ചെറിയ സവാളയായിരുന്നു എടുത്തത്, അത് ആഡ് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ അടുത്തായിട്ട് നമ്മൾ തക്കാളി ആഡ് ചെയ്യാം. ശേഷം ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നു. നന്നായിട്ടൊന്ന് സോർട്ടേ ചെയ്യുന്നു. ക്യാപ്സിക്കം ഒന്നും ഒരുപാട് മൂത്ത് പോകേണ്ട ആവശ്യമില്ല. ഒരു ടെൻഡറായി കിടക്കുന്നതാണ് ടേസ്റ്റ്. പിന്നെ സോസസ് ആണ് ആഡ് ചെയ്യുന്നത്. 1 ടീസ്പൂൺ ചില്ലി സോസും 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസുമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ടൊമാറ്റോ സോസ് നിങ്ങളുടെ ഇഷ്ടം പോലെ കൂട്ടി കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ആവശ്യത്തിന് വേണ്ട മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് ഗരം മസാല. ഇതിപ്പോൾ ഞാൻ പറയുന്നത് ഒരു 2 to 3 പേർക്ക് വരെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. വെജിറ്റേറിയൻസിനൊക്കെ നല്ല ഇഷ്ടപ്പെടും ഈ ഡിഷ്. ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്യാൻ ആവശ്യത്തിനായി കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. വേണ്ട ഉപ്പും പിന്നെ കുറച്ച് എല്ലാ ടേസ്റ്റും ബാലൻസ് ആവാൻ വേണ്ട പഞ്ചസാരയും ആഡ് ചെയ്തതിന് ശേഷം പൊരിച്ച് വെച്ച കോളിഫ്ലവറും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ ഡിഷ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ലാസ്റ്റായിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉള്ളിത്തണ്ടുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സെമി ഗ്രേവി പോലെ ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗാർണിഷ് ചെയ്യാൻ കുറച്ച് എള്ളെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഡിഷ് റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ.
സിമ്പിളായിട്ട് വെജിറ്റേറിയൻസിനൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയൂ.